Hi all, good morning. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 1-ലെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞ കൺസെപ്റ്റാണ്. ഓക്കെ, ഓൾറെഡി നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഗ്രേഡിയൻ വെക്ടർ ഡിസ്കസ് ചെയ്തിരുന്നു. ഗ്രേഡിയൻ വെക്ടറിന്റെ ഒരു അപ്ലിക്കേഷൻ ആണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ്. അപ്പൊ എന്താണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് ആദ്യം നോക്കാം. ഇതാണ് ഡയറക്ഷൻ. ലെറ്റ് എഫ് ബി എ ഡിഫറൻഷ്യബിൾ സ്കെലാർ ഫംഗ്ഷൻ. ഇഫ് ഒരു സ്കെലാർ ഫംഗ്ഷൻ ആണ് ഡിഫറൻഷ്യബിൾ ആണ്. ഡിഫറൻഷ്യബിൾ മീൻസ് അതിന്റെ ഡെറിവേറ്റീവ്സ് എല്ലാം തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷന് ഒരു പെർട്ടിക്കുലർ യൂണിറ്റ് വെക്ടറിന്റെ ഡയറക്ഷനിൽ എക്സ് നോട്ട് വൈ നോട്ട് സെറ്റ് നോട്ട് എന്ന് പറഞ്ഞ പോയിന്റിലുള്ള ഡയറക്ഷൻ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡെൽ എഫ്, അതായത് ഡെൽ എഫ് മീൻസ് ഗ്രേഡിയൻ വെക്ടർ. ആ പോയിന്റിലുള്ള ഗ്രേഡിയൻ വെക്ടർ ഡോട്ട് യു വെക്ടർ. യു വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഡയറക്ഷനിലാണോ നമ്മൾ ഡെറിവേറ്റീവ് കാണേണ്ടത് ആ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ. ഓക്കെ, ആ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ. ആ യൂണിറ്റ് വെക്ടറിനെ തന്നിരിക്കുന്ന സ്കേലാർ ഫംഗ്ഷന് ആ പോയിന്റിലുള്ള ഗ്രേഡിയൻ വെക്ടറുമായിട്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കിട്ടും. അപ്പൊ നമ്മളിവിടെ പഠിക്കേണ്ട ഡയറക്ഷണൽ ഡെറിവേറ്റീവിൽ പഠിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് ഡി യു വെക്ടർ ആണ്. ഡി യു വെക്ടർ ഓഫ് എഫ്, ഡയറക്ഷണൽ ഡെറിവേറ്റീവിന്റെ നൊട്ടേഷൻ ആണ് ഡി യു വെക്ടർ ഓഫ് എഫ് ഈക്വൽ ടു ഡെൽ എഫ് at x naught, y naught, z naught dot u vector. ഓക്കെ, ഇവിടെ ഡെൽ എഫ് എന്ന് ഉദ്ദേശിക്കുന്നത് ഗ്രേഡിയന്റ് ഓഫ് എഫ്. ഡെൽ എഫ് ഉദ്ദേശിക്കുന്നത് ഗ്രേഡിയന്റ് വെക്ടർ. ഗ്രേഡിയന്റ് ഓഫ് എഫ് മീൻസ് ഗ്രേഡിയന്റ് വെക്ടർ ഓഫ് എഫ് മറ്റേത് പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട് സെറ്റ് നോട്ട്. ഈ ഇക്വേഷൻ ആണ് നിങ്ങൾ ഇവിടെ കാണാതെ പഠിക്കുന്നത്. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദി ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് വൈ മൈനസ് വൈ സെഡ് ക്യൂബ് പ്ലസ് ഇസെഡ് അറ്റ് ദി പോയിന്റ് 1 മൈനസ് 2 0 in the direction of the vector a vector is equal to 2y vector plus j vector minus 2k vector. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസിന് നമുക്ക് മൂന്ന് കാര്യങ്ങളാണ് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഒന്ന് നമുക്കൊരു സ്കേലാർ ഫംഗ്ഷൻ തരും, അതുപോലെ ഒരു പോയിന്റ് തരും, അതുപോലെ നമുക്കൊരു വെക്ടറും തരും. ഓക്കെ, അപ്പൊ നമ്മള് കണ്ടുപിടിക്കേണ്ടത് ഈ ഫംഗ്ഷന് ഈ പോയിന്റിൽ ഈ ഡയറക്ഷനിലുള്ള ഡെറിവേറ്റീവ് ആണ്. അതായത് തന്നിരിക്കുന്ന ഫംഗ്ഷന് ഈ തന്നിരിക്കുന്ന പോയിന്റിൽ ഈ തന്നിരിക്കുന്ന വെക്ടറിന്റെ ഡയറക്ഷനിലുള്ള എന്ത് കണ്ടുപിടിക്കണം? ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. അതിനെയാണ് നമ്മൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുക. അപ്പൊ ഈ ഇക്വേഷനിൽ നമുക്കറിയാം നമ്മൾക്ക് രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ഡെൽ എഫ്, ഒന്ന് യു വെക്ടർ. അപ്പൊ നമ്മൾ ആദ്യം ഡെൽ എഫ് കാണും, പിന്നെ നമ്മൾ യു വെക്ടർ കാണും. അപ്പൊ ആദ്യം ഡെൽ എഫ് കാണണം. അപ്പൊ ഡെൽ എഫ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇതാണ്. അപ്പൊ ഡെൽ എഫ് കാണാൻ ഇക്വേഷൻ എന്താണ്? നമ്മൾ ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. ഡോ എഫ് ബൈ ഡോ എക്സ് ഐ വെക്ടർ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ വെക്ടർ പ്ലസ് ഡോ എഫ് ബൈ ഡോ സെറ്റ് കെ വെക്ടർ. അപ്പോ അതിൽ നമ്മൾ ആദ്യം ഡോ എഫ് ബൈ ഡോ എക്സ് കാണുകയാണ്. ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അതിന് നമുക്ക് എന്ത് ചെയ്യാം? ഡോ ബൈ ഡോ എക്സ് ഓഫ് ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഴുതുക. അപ്പൊ നമ്മൾ ഇതിനെ മൂന്നാക്കി സ്പ്ലിറ്റ് ചെയ്യും. ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് ക്യൂബ് വൈ മൈനസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് വൈ സെറ്റ് ക്യൂബ് പ്ലസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇസെറ്റ്. മൂന്നെണ്ണാക്കി സ്പ്ലിറ്റ് ചെയ്യും. അതിനുശേഷം ഇതിൽ നമുക്ക് വിത്ത് റെസ്പെക്ട് എക്സ് ആണ് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നത്. അപ്പൊ വൈയുടെ ടേം പുറത്തെടുക്കാം. സോ വൈ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് ക്യൂബ് ആവും. ഇവിടെ എക്സ് ഇല്ല, അതുകൊണ്ട് ഡെറിവേറ്റീവ് സീറോ. ഇവിടെയും എക്സ് ഇല്ല, അതുകൊണ്ട് ഡെറിവേറ്റീവ് സീറോ. അപ്പൊ നമുക്ക് വൈ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് ക്യൂബ് മൈനസ് സീറോ പ്ലസ് സീറോ. സോ ഈ സീറോന്റെ ടേംസ് പോയി ബാക്കി വൈ ഇൻറ്റു എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x². സോ യു വിൽ ഗെറ്റ് 3x² വൈ. ഇതാണ് ഡോ എഫ് ബൈ ഡോ എക്സ്. ഇതേപോലെ ഡോ എഫ് ബൈ ഡോ വൈ കാണാം. അപ്പൊ നമ്മൾ ഇവിടെ ആദ്യം എക്സിന്റെ ടേം പുറത്തെടുത്തു. സോ എക്സ് ക്യൂബ് ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് വൈ ആവും. ഇവിടെ നിന്ന് സെറ്റിന്റെ ടേം, അതായത് സെറ്റ് ക്യൂബ് പുറത്തെടുത്തു. ബാക്കി ഡോ ബൈ ഡോ വൈ ഓഫ് വൈ ആവും. ഇവിടെ വൈ ഇല്ല, അതുകൊണ്ട് അതിന്റെ ഡെറിവേറ്റീവ് സീറോ. സോ എക്സ് ക്യൂബ് ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് വൈ എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ എക്സ് ക്യൂബ് മൈനസ് സെറ്റ് ക്യൂബ് എന്ന് നമുക്ക് കിട്ടും. ഇതാണ് ഡോ എഫ് ബൈ ഡോ വൈ. ഇതേപോലെ അടുത്ത് നമ്മൾ ഡോ എഫ് ബൈ ഡോ സെറ്റ് കണ്ടുപിടിക്കും. ഡോ എഫ് ബൈ ഡോ സെറ്റ് പിടിക്കുമ്പോൾ ആദ്യത്തെ ടേമിൽ സെറ്റ് ഇല്ലാത്തതുകൊണ്ട് ഡെറിവേറ്റീവ് സീറോ ആവും. രണ്ടാമത്തെ ടേമിൽ സെറ്റ് ഉണ്ട്. സോ വൈയുടെ ടേം പുറത്തെടുത്തിട്ട് സെറ്റിന്റെ ടേമിന്റെ ഡെറിവേറ്റീവ് എടുത്തു. മൂന്നാമത്തെ ടേമിൽ സെറ്റ് ഉണ്ട്, സെറ്റ് മാത്രമേ ഉള്ളൂ. സോ സെറ്റിന്റെ ടേമിന്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ 1 കിട്ടും. സോ ഇവിടെ വൈ പുറത്തെടുക്കുമ്പോൾ
മൈനസ് വൈ ഇൻറ്റു സെറ്റ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3z². സോ മൈനസ് 3y z² പ്ലസ് 1 നമുക്ക് ഡോ എസ് ബൈ ഡോ സെറ്റ് കിട്ടും. ഇനി അതെല്ലാം നമ്മൾ ഡെൽ എഫിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഡോ എസ് ബൈ ഡോ എക്സിന്റെ സ്ഥാനത്ത് 3x²y, ഡോ എസ് ബൈ ഡോ വൈയുടെ സ്ഥാനത്ത് എക്സ് ക്യൂബ് മൈനസ് സെറ്റ് ക്യൂബ്, ഡോ എസ് ബൈ ഡോ സെറ്റിന്റെ സ്ഥാനത്ത് മൈനസ് 3y z² പ്ലസ് 1. അങ്ങനെ മൂന്നും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിന് ഇതാണ് ഗ്രേഡിയന്റ് വെക്ടർ. ഇനി നമുക്ക് ഈ പോയിന്റിലുള്ള ഗ്രേഡിയന്റ് വെക്ടർ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? എക്സിന്റെ സ്ഥാനത്ത് എക്സിന്റെ കോർഡിനേറ്റ്, വൈയുടെ സ്ഥാനത്ത് വൈയുടെ കോർഡിനേറ്റ്, സെറ്റിന്റെ സ്ഥാനത്ത് സെറ്റിന്റെ കോർഡിനേറ്റ്. അപ്പൊ ആദ്യത്തെ ടേമിൽ എക്സും വൈയും ആണുള്ളത്. സോ എക്സിന്റെ സ്ഥാനത്ത് 1ഉം വൈക്ക് സ്ഥാനത്ത് -2ഉം കൊടുത്തു. രണ്ടാമത്തെ ടേമിൽ എക്സും സെറ്റും ആണുള്ളത്. സോ ആദ്യത്തെ ടേമിൽ എക്സ് സ്ഥാനത്ത് 1ഉം സെറ്റിന്റെ സ്ഥാനത്ത് 0യും കൊടുത്തു. മൂന്നാമത്തെ ടേമില് സെറ്റ് ആണുള്ളത്, സെറ്റും വൈയും ആണുള്ളത്. സോ വൈക്ക് സ്ഥാനത്ത് -2ഉം സെറ്റിന്റെ സ്ഥാനത്ത് 0യും കൊടുത്തു. സോ നമുക്ക് കിട്ടുക 3 ഇൻറ്റു 1² ഇൻറ്റു -2 i വെക്ടർ മൈനസ് 1³ മൈനസ് 0³ j വെക്ടർ പ്ലസ് -3 ഇൻറ്റു -2 ഇൻറ്റു 0² പ്ലസ് 1 k വെക്ടർ. അപ്പൊ ഇവിടെ -6 i വെക്ടർ പ്ലസ് 1³ മൈനസ് 0³ 1 ആണ്. സോ j വെക്ടർ കിട്ടും. ഇവിടെയും ഈ ടേം 0 ആവും, പ്ലസ് 1 k വെക്ടർ കിട്ടുമ്പോൾ k വെക്ടർ കിട്ടും. അപ്പൊ ഡെൽ എഫ് അറ്റ് ദിസ് പോയിന്റ് എന്ന് പറയുന്നത് -6 i വെക്ടർ പ്ലസ് j വെക്ടർ പ്ലസ് k വെക്ടർ. ഇതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഇതിനുശേഷം നമ്മൾ യു വെക്ടർ കണ്ടുപിടിക്കണം. യു വെക്ടർ കാണാൻ നമുക്ക് ക്വസ്റ്റ്യനിൽ എ വെക്ടർ തന്നിട്ടുണ്ട്. നമുക്ക് ഏത് ഡയറക്ഷനിലെ വെക്ടർ ആണോ ആ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറിനെയാണ് യു വെക്ടർ എന്ന് പറയുക. അപ്പൊ യൂണിറ്റ് വെക്ടർ കാണാനുള്ള ഇക്വേഷൻ എ വെക്ടർ ബൈ മോഡ് എ വെക്ടർ ആണ്. അപ്പൊ ഇത് ബൈ ഹാർട്ട് ചെയ്താൽ മതി. യു വെക്ടർ കാണാനുള്ള ഇക്വേഷൻ എ വെക്ടർ ബൈ മോഡ് എ വെക്ടർ ആണ്. സോ എ വെക്ടർ എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 2i വെക്ടർ പ്ലസ് j വെക്ടർ മൈനസ് 2k വെക്ടർ ആണ്. അപ്പൊ ആദ്യം ഇതിന്റെ മോഡുലസ് കാണുക. മോഡുലസ് എങ്ങനെ കാണുക? കമ്പോണൻസ് തമ്മിലുള്ള സ്ക്വയേഴ്സ് ഇട്ടിട്ട് ആഡ് ചെയ്യുക, എന്നിട്ട് അതിന്റെ റൂട്ട് എടുക്കുക. സോ 2ന്റെ സ്ക്വയർ എടുത്തു, 1ന്റെ സ്ക്വയർ എടുത്തു, -2ന്റെ സ്ക്വയർ എടുത്തു. 2ന്റെ സ്ക്വയർ 4 ആണ്. സോ 4 പ്ലസ് 1 പ്ലസ് 4 √9. √9 എന്ന് പറഞ്ഞാൽ 3. സോ മോഡുലസ് ഓഫ് എ വെക്ടർ എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ ഇതിനെ ഓരോ കമ്പോണന്റിലും ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് യു വെക്ടർ കിട്ടും. സോ യു വെക്ടർ ഇസ് ഈക്വൽ ടു 2/3 i വെക്ടർ പ്ലസ് 1/3 j വെക്ടർ മൈനസ് 2/3 k വെക്ടർ. ഇതാണ് യു വെക്ടർ. അപ്പൊ നമുക്ക് രണ്ടെണ്ണം നമ്മൾ കണ്ടു. ഒന്ന് ഡെൽ എഫ് അറ്റ് ഗിവൺ പോയിന്റ്, ആൾസോ തന്നിരിക്കുന്ന വെക്ടറിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ, അതായത് യു വെക്ടറും കണ്ടു. ഈ രണ്ട് വെക്ടേഴ്സ് നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ മതി. അതാണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ്. അപ്പൊ എങ്ങനെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക? ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് രണ്ട് വെക്ടേഴ്സ് ഉണ്ട്. സോ ആദ്യത്തെ വെക്ടറിന്റെ ഐയുടെ കമ്പോണന്റ് -6 ആണ്. രണ്ടാമത്തെ വെക്ടറിലെ ഐയുടെ കമ്പോണന്റ് 2/3 ആണ്. അപ്പൊ നമ്മൾ -6 ഇൻറ്റു 2/3 ചെയ്യണം. രണ്ടാമത്തേല് ഇവിടെ 1 ആണ് ജെ വെക്ടറിന്റെ കമ്പോണന്റ്. ഇവിടെ ജെ വെക്ടറിന്റെ കമ്പോണന്റ് 1/3 ആണ്. സോ 1 ഇൻറ്റു 1/3 അതിക്ക് പ്ലസ്. ഓക്കെ. അടുത്തത് ഇവിടെ കെ വെക്ടറിന്റെ കമ്പോണന്റ് 1 ആണ്. ഇവിടെ കെ വെക്ടറിന്റെ കമ്പോണന്റ് -2/3 ആണ്. സോ 1 ഇൻറ്റു -2/3. സോ -4 പ്ലസ് 1/3 -2/3. ഓക്കെ. അപ്പൊ -4 മൈനസ് 1/3 ഈക്വൽ ടു -13/3 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ. സോ ഇങ്ങനെയാണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. അതായത് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കാണാൻ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്ന് ഡെൽ എഫ് അറ്റ് അതായത് ഗ്രേഡിയന്റ് വെക്ടർ അറ്റ് ദാറ്റ് പോയിന്റ്, പിന്നെ യു വെക്ടർ. യു വെക്ടർ കാണാനുള്ള ഇക്വേഷൻ എ വെക്ടർ ബൈ മോഡ് എ വെക്ടർ. എ വെക്ടർ ക്വസ്റ്റ്യനിൽ തരും. എ വെക്ടർ ക്വസ്റ്റ്യനിൽ തരും. ഓക്കെ. അപ്പൊ ക്വസ്റ്റ്യനിൽ എ വെക്ടർ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പാറ്റേണിൽ വേണം പ്രോബ്ലം ചെയ്യാൻ. ഓക്കെ. ഞാൻ രണ്ട് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു മോഡലില് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇതെല്ലാം ഒരേപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ്. ആകെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ രണ്ട് ക്വസ്റ്റ്യനിലും സെറ്റ് കമ്പോണന്റ് ഇല്ല. അപ്പൊ നിങ്ങൾ ഡോ എഫ് ബൈ ഡോ എക്സും ഡോ എഫ് ബൈ ഡോ വൈയും മാത്രമേ കണ്ടുപിടിക്കണ്ടു. ഡോ എഫ് ബൈ ഡോ സെറ്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. ഓക്കെ. അപ്പൊ കുറച്ചും കൂടെ ക്വസ്റ്റ്യൻ പെട്ടെന്ന് കിട്ടും. സോ ഇങ്ങനെ വന്ന ദിസ് ഈസ് എ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഡോ എഫ് ബൈ ഡോ സെറ്റ് ഇല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വളരെ ചെറുതായി പോകും. സോ ഇതൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും. സെറ്റും കൂടെ ഉണ്ടെങ്കിൽ അതൊരു 7 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് മാറും. അപ്പൊ അതിനനുസരിച്ച് ഡെറിവേറ്റീവ് എടുക്കുന്നതിലൊക്കെ കുറച്ച് കഷ്ടമുണ്ടാവും. ഓക്കെ. അപ്പൊ നമുക്ക് കൂടുതൽ പ്രോബ്ലംസ് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് ലെക്ചറിൽ ഡിസ്ക്രൈബ് ചെയ്യാം. കുറച്ച് വ്യത്യാസമായിട്ടുള്ള ഡയറക്ഷണൽ ഡെറിവേറ്റീവിന്റെ ക്വസ്റ്റ്യൻസ്. സോ ഇതാണ് ഇൻട്രൊഡക്ഷൻ. ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്താണ്, അതിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇതാണ് നമ്മൾ ഈ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഡയറക്ഷണൽ ഡെറിവേറ്റീവിന്റെ മോർ ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ
അറ്റൻഡൻസ് കിട്ടും. ഓക്കെ, താങ്ക് യു.